ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. ബീഫ് കട്ട്ലേറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് പൊട്ടിയൊന്നും പോവാതെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിൽ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 4ഓ 5ഓ ഒക്കെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ രീതിയിൽ എടുക്കുക കേട്ടോ. എന്നാൽ നല്ല വലുതുമല്ല എന്നാൽ നല്ല ചെറുതുമല്ല, ആ രീതിയിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മസാലയിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവാള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും ചെയ്യും. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയും, എന്നാലും വളരെ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, പെർഫെക്റ്റായിട്ട് കിട്ടും ചെയ്യും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സവാള നമുക്കൊരു 3 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേ നല്ലപോലെ ഒന്ന് വാടി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പാടെ ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. നമ്മൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഏകദേശം 2 മിനിറ്റോളം തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലേ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നല്ലപോലെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. മുളക് പൊടി 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി മുളകും പൊടി ചേർത്ത് കൊടുത്തു. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റോളം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇതുപോലെ വേണം സവാളയൊക്കെ നമുക്ക് കിട്ടാൻ. ഇപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 200 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പാടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു മസാലയിൽ ഈ ഒരു ബീഫ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ബീഫ് വേവിച്ചപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം. ബീഫൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ബീഫൊക്കെ ചേർത്തിട്ട് 1-2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയിൽ ബീഫൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചതാണ് കേട്ടോ. ഒരു 5-6 വിസിലോളം നമ്മൾ അടുപ്പിക്കണം കേട്ടോ കുക്കറിലാണെങ്കിൽ. എന്നാലേ ഇത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലേ ഉള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ ഒരു മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് കൂടുതലായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് വേവിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം മതി. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഇതിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക കേട്ടോ. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഉരുളക്കിഴങ്ങാണെങ്കിലും വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട്, ബീഫാണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല മിക്സാക്കി വന്നപ്പോൾ എനിക്ക് കറക്റ്റ് അളവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോഴുള്ളൂ നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് പൊട്ടാതെ കിട്ടുള്ളൂ.
അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ലേറ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ലേറ്റ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ കയ്യിൽ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് കിട്ടാൻ. ഈ ഒരു അടപ്പിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു അടപ്പില്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടും ചെറിയ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും ചെയ്യും. അപ്പോൾ കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്കൊന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മൾ ഈ ഒരു മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്നും ചേർത്തിട്ടില്ല, വെറും ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് ഒരു തവണ മാത്രമേ കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയതിൻ്റെ ശേഷം പിന്നെ ബ്രെഡ് പൊടിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മുട്ടയിൽ തന്നെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ ബ്രെഡ് പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒറ്റ തവണ മാത്രമേ കേട്ടോ ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോട്ടിങ് ഉണ്ടാവും. നമ്മൾ ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ വശത്തും ഒരേ രീതിയിലൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രെഡ് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു ഡപ്പയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് ഓയിലാണ് കേട്ടോ. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊക്കെ നല്ല ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ചൂടുണ്ടാവണം ഓയിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതും ലോ ഫ്ലെയിമിലൊന്നുമല്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓയിൽ കുടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായതാണ്. അപ്പോൾ നമ്മൾ ആ പുറം വശം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പിയാക്കി എടുത്താൽ മതി 2 സൈഡും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും കേട്ടോ. പിന്നെ കൂടുതൽ സമയം നമ്മൾ വെക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതാ ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിപ്പോവൊന്നുമില്ല. കണ്ടോ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു മാറ്റം വരും. ഇത് എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റ് മാത്രം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഒരേ രീതിയിൽ തന്നെ കളർ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും ഇത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബീഫൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട്ലേറ്റ് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാത്തവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പുറം വശം ചെറിയൊരു ക്രിസ്പി കൊടുക്കണം. ഓയിലൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.